നമസ്കാരം. ജ്യോതിഷത്തിൽ ഊർജത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ ചൊവ്വയുടെ ആധിപത്യമുള്ള 3 നക്ഷത്രങ്ങളാണ് മകയിരം, ചിത്തിര, അവിട്ടം എന്നിവ. ചൊവ്വയുടെ നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. അവിടെ നിന്ന് ഒരേ ക്രമത്തിലാണ് ഇവരുടെ 9 ദശാകാലങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ മുൻപ് നമ്മൾ കണ്ട ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളെപ്പോലെ അല്ല ഈ 3 നക്ഷത്രങ്ങൾ. ജ്യോതിഷത്തിൽ ഇവ വളരെ സങ്കീർണവും സവിശേഷവുമാണ്. കാരണം ഈ 3 നക്ഷത്രങ്ങളുടെയും 4 പാദങ്ങൾ ഒരേ രാശിയിലല്ല വരുന്നത്. അവ കൃത്യമായി 2 വ്യത്യസ്ത കോറുകളിലായി വീതിക്കപ്പെട്ടിരിക്കുന്നു. മകേരത്തിൻ്റെ പകുതി ശുക്രൻ്റെ ഇടവത്തിലും പകുതി ബുധൻ്റെ മിഥുനത്തിലുമാണ്. അതുപോലെ ചിത്തിരയുടെ പകുതി ബുധൻ്റെ കന്നിയിലും പകുതി ശുക്രൻ്റെ തുലാത്തിലുമാണ്. അവിട്ടത്തിൻ്റെ പകുതി ശനിയുടെ മകരത്തിലും പകുതി ശനിയുടെ തന്നെ കുംഭത്തിലുമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ ആണെങ്കിൽ പോലും നിങ്ങൾ ഏത് കോറിലാണ് ജനിച്ചത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ദശാഫലങ്ങളും അവ കടന്നു വരുന്ന പ്രായവും പൂർണ്ണമായും മാറിമറിയും. ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് യഥാർത്ഥ രാജയോഗം വരുന്നത്, ഏത് ദശയിലാണ് നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത്, എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് ദോഷപരിഹാരങ്ങൾ, മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരുടെ ഭാവനാഥന്മാരുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ശാസ്ത്രീയ വിശകലനം നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സെഗ്മെൻറ്റിൻ്റെ 5ാമത്തെ വീഡിയോയാണ് ഇത്. ഇതിനു മുമ്പുള്ള 4 വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രം ഏത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ലോകം നന്നായിരിക്കട്ടെ. ഈ പ്രപഞ്ച ശക്തികളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ വഴിവിളക്കായി തെളിയട്ടെ. അനുഗ്രഹങ്ങളും സദ്ഫലങ്ങളും നേട്ടങ്ങളും ഒക്കെ ലഭിച്ച് എല്ലാവരും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ 3 നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യവർദ്ധനവിനായി ചെയ്യേണ്ട 5 കാര്യങ്ങളാണിത്. അത് കൃത്യമായും പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അത് ചേർത്തിട്ടുണ്ട്. കഴിവതും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരുടെ ദശാഫലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. ചൊവ്വാദശയിലാണ് ഇവരുടെ ജനനം. പരമാവധി 7 വയസ്സ് വരെയാണ് ചൊവ്വാദശ നിൽക്കുന്നത്. എങ്കിലും അതിൻ്റെ പാതിയായ 3.5 വയസ്സ് എന്ന കാലഘട്ടം കണക്കാക്കിയിട്ടാണ് നമ്മൾ പൊതുഫലം പറയുന്നത്. ജനനം മുതൽ 3.5 വയസ്സ് വരെ ചൊവ്വാദശ ബാല്യകാലമാണ്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരുടെ 1ാമത്തെ ദശ ചൊവ്വാദശ. മകയിരം ഇടവക്കൂറും മിഥുനക്കൂറുമുണ്ട്. ഇടവക്കൂറുകാർക്ക് ചൊവ്വ 7, 12 ഭാവാധിപനും മിഥുനക്കൂറുകാർക്ക് 6, 11 ഭാവാധിപനുമാണ്. കുട്ടിക്കാലത്ത് ചെറിയ രീതിയിലുള്ള വീഴ്ചകൾ, മുറിവുകൾ അല്ലെങ്കിൽ കടുത്ത വാശി എന്നിവ ഈ കുട്ടികളിൽ കാണാം. ബാല്യകാലത്ത് നല്ല ശ്രദ്ധ വേണ്ടുന്ന നക്ഷത്രക്കാരാണ് ഈ മകയിരം നക്ഷത്രക്കാർ. ചിത്തിര നക്ഷത്രക്കാർക്ക് കന്നിക്കൂറും തുലാക്കൂറുമാണ്. കന്നിക്കൂറുകാർക്ക് ചൊവ്വ 3, 8 ഭാവാധിപനാണ്. തുലാക്കൂറുകാർക്ക് 2, 7 ഭാവാധിപനാണ്. കുട്ടിക്കാലത്ത് ചെറിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാമെങ്കിലും ഇവർ നല്ല ധൈര്യശാലികളും മിടുക്കന്മാരുമായ കുട്ടികളായിട്ടായിരിക്കും വളർന്നു വരുന്നത്. അവിട്ട നക്ഷത്രത്തിന് മകരക്കൂറും കുംഭക്കൂറുമുണ്ട്. ഇവരുടെ കുട്ടിക്കാലം വളരെ സവിശേഷമാണ്. കാരണം മകരൻ രാശിയിൽ ചൊവ്വ ഉച്ചനാണ്. അതുകൊണ്ട് തന്നെ അവിട്ടം 1ാം പാദത്തിലും 2ാം പാദത്തിലും ജനിച്ച കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് വലിയ ഭാഗ്യങ്ങളും മാതാപിതാക്കൾക്ക് ഇവരെ കൊണ്ട് സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ഐശ്വര്യവുമെല്ലാം ഉണ്ടാകും. കുംഭക്കൂറിൽ ജനിക്കുന്ന കുട്ടികൾ, കുംഭക്കൂറുകാർക്കും ഇതൊക്കെ തന്നെയാണ്. നല്ല ഫലങ്ങൾ ലഭിക്കും. നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവുമൊക്കെ ഈ കുട്ടികൾ നിമിത്തം കുടുംബത്തിൽ ലഭിക്കും. അടുത്തത് രാഹുദശയാണ്. 18 വർഷ കാലഘട്ടമാണ് രാഹുദശ അനുഭവത്തിൽ വരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം, ഉപരിപഠനം, കരിയറിന്റെ തുടക്കം ഇവയെല്ലാം ഈ കാലയളവിലാണ് വരുന്നത്. ചൊവ്വയുടെ നക്ഷത്രങ്ങൾക്ക് രാഹു 2ാമത്തെ ദശയായ സമ്പദ് ദശയായിട്ടാണ് കണക്കാക്കുന്നത്. മകയിരം നക്ഷത്രം ഇടവക്കൂറുകാർക്ക് 1, 2 പാദത്തിൽ വരുന്ന ഇടവക്കൂറുകാർക്ക് ഇടവത്തിൽ രാഹു ശുഭനാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടുവാനും IT രംഗം, റിസർച്ച് മേഖലകൾ തുടങ്ങിയവയിലൊക്കെ ശോഭിക്കുവാനും ഇവർക്ക് കഴിയും. മകയിരത്തിൻ്റെ അടുത്ത പാതിഭാഗം, അതായത് 3, 4 പാദങ്ങൾ വരുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനത്തിൽ രാഹു ഉച്ചനാണ്.
അതുകൊണ്ട് മിഥുനക്കൂറിലെ മകേര നക്ഷത്രക്കാർക്ക് ഈ 18 വർഷം വളരെ വലിയ കരിയർ വിജയങ്ങൾ, വിദേശ പഠനം, വിദേശത്ത് ജോലിക്കുള്ള അവസരങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുവാൻ വലിയ സാധ്യതകളാണ് ഈ കാലഘട്ടത്തിൽ. ചിത്തിര നക്ഷത്രക്കാരുടെ ആദ്യ 2 പാദങ്ങൾ കന്നിക്കൂറിലാണ് വരുന്നത്. കന്നിരാശി ബുധന്റെ ഭാവമായതുകൊണ്ട് രാഹു ഇവിടെ ശക്തനാണ്. അതുകൊണ്ട് പഠനത്തിൽ മികച്ച വിജയവും മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്കും നേടുവാൻ ഇവർക്ക് കഴിയും. ചിത്തിരയുടെ അടുത്ത 2 പാദങ്ങൾ 3, 4 പാദങ്ങൾ തുലാക്കൂറിലാണ്. തുലാക്കൂറുകാർക്ക് ബിസിനസ് ചിന്തകൾ ഈ പ്രായത്തിൽ ഉണ്ടാകും. ഒരു സംരംഭകനാകണം, ഒരു ബിസിനസ്സുകാരനാകണം, അങ്ങനെ കരിയറിൽ വളരെ പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച് വിജയം നേടാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അവിട്ട നക്ഷത്രക്കാർക്ക് മകരക്കൂറും കുംഭക്കൂറും ശനിയുടെ രാശികളായതുകൊണ്ട് തന്നെ രാഹുദശയിൽ കഠിനമായി അധ്വാനിക്കേണ്ടി വരും ഈ 18 വർഷക്കാലം. എങ്കിലും 25 വയസ്സാകുമ്പോഴേക്കും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള കരിയർ ഇവർ കെട്ടിപ്പടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടാകില്ല. പിന്നീടുള്ള അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു അടിത്തറ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ അവിട്ട നക്ഷത്രക്കാർക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അടുത്തത് വ്യാഴദശയാണ്. 16 വർഷമാണ് വ്യാഴദശയുടെ കാലഘട്ടം. നവതാര ചക്രപ്രകാരം ഇത് 3ാമത്തെ ദശയായ വിപത്ത് ദശയാണെങ്കിലും കൂറുകൾ നോക്കുമ്പോൾ ഇവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരുടെ 21.5 വയസ്സ് മുതൽ ഏകദേശം 32 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ വ്യാഴദശാകാലം എന്ന് പറയുന്നത്. ഇടവക്കൂറുകാരായ മകരം നക്ഷത്രക്കാർക്ക് വ്യാഴം 8, 11 ഭാവാധിപനാണ്. അതുകൊണ്ട് കരിയറിൽ പെട്ടെന്നുള്ള തടസ്സങ്ങളോ മാറ്റങ്ങളോ ഒക്കെ സ്വാഭാവികമായും പ്രതീക്ഷിക്കണം. പക്ഷേ അതിനെ സുഗമമായി മറികടക്കുവാൻ ഇവർക്ക് കഴിയും. കാരണം നിതാന്ത പരിശ്രമം, ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ വരുമ്പോൾ പിൻവാങ്ങരുത്. അതിൻ്റെ പോരായ്മകൾ പഠിച്ചു വെച്ചുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ മറികടക്കാം, നേട്ടങ്ങൾ ഉണ്ടാക്കാം. മിഥുനക്കൂറുകാർക്ക് വ്യാഴം 7, 10 അതായത് കേന്ദ്രാധിപതി ആയതുകൊണ്ട് കരിയറിലും വിവാഹ ജീവിതത്തിലും വലിയ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ചിത്തിരയുടെ കന്നിക്കൂറുകാർക്ക് വ്യാഴം 4, 7 ഭാവാധിപനാണ്. ഈ കാലയളവിൽ സ്വന്തമായി വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. തുലാക്കൂറുകാർക്ക് വ്യാഴം 3, 6 ഭാവങ്ങളുടെ അധിപനായതുകൊണ്ട് കരിയറിൽ കടുത്ത മത്സരങ്ങൾ ഇവർ നേരിടേണ്ടി വരും. എങ്കിലും തടസ്സങ്ങളൊക്കെ മറികടന്ന് ശത്രുക്കളെ എല്ലാം പരാജയപ്പെടുത്തി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അവിട്ട നക്ഷത്രക്കാർക്ക്, മകരക്കൂറിലെ അവിട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 3, 12 ഭാവാധിപനാണ്. വലിയ ചെലവുകൾ പ്രതീക്ഷിക്കാം. എങ്കിലും വിദേശയാത്രകൾ, സ്ഥലം മാറ്റങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സ്ഥലം മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലതേ വരുത്തുകയുള്ളൂ. വിദേശയാത്രാ യോഗം ഈ സമയത്തുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ വിദേശത്ത് നല്ലൊരു ജോലി, ഒരു ജീവിതമൊക്കെ ഈ അവിട്ടം നക്ഷത്രക്കാർ, മകരക്കൂറിലുള്ളവർക്ക് നേടിയെടുക്കുവാനായി കഴിയും. കുംഭക്കൂറുകാരായ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴദശയിൽ ഏറ്റവും വലിയ ധനരാജയോഗം അനുഭവിക്കുന്നവരാണ് ഇവർ. കുംഭക്കൂറിലെ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം, ഈ വ്യാഴദശ വളരെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ്. കുംഭക്കൂറിന് വ്യാഴം 2, 11 അതായത് ധന ഏകാദശാധിപൻ ആയിട്ടാണ്, ഈ ഭാവങ്ങളുടെ നാഥനാണ്. ഈ 16 വർഷത്തിനിടയിൽ ഇവർ വിചാരിക്കാത്ത അത്രയും സാമ്പത്തിക ഭദ്രതയും വലിയ തോതിൽ സ്വത്ത് സമ്പാദിക്കുവാനുമൊക്കെ അവിട്ട നക്ഷത്രം, അതായത് കുംഭക്കൂറിലെ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വ്യാഴദശ വരുന്ന 16 വർഷം ബുദ്ധിപൂർവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ധനരാജയോഗം നേടിയെടുത്ത് സ്വത്തുക്കൾ സമ്പാദിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. 4ാമത് വരുന്നത് ശനിദശയാണ്. 19 വർഷമാണ് ശനിദശയുടെ കാലം. ഏകദേശം ഒരു 37.5 വയസ്സ് മുതൽ 56.5 വയസ്സ് വരെ ഈ കാലഘട്ടമാണ് ശനിദശാ കാലഘട്ടമാണ്. ചൊവ്വയുടെ നക്ഷത്രങ്ങൾക്ക് ഇത് 4ാമത്തെ ദശയായ ക്ഷേമദശയായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ കൂറുകൾ അനുസരിച്ച് ഈ ശനിദശ നൽകുന്ന ഫലങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇടവക്കൂറുകാരായ മകരം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ഈ ശനിദശ പരമമായ രാജയോഗ കാലമായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇടവക്കൂറിൻ്റെ ഏറ്റവും വലിയ യോഗകാരകനാണ് ശനി. 9, 10 ഭാവാധിപൻ.
ഈ 19 വർഷത്തിൽ ഇവർ സമൂഹത്തിന്റെ ഉന്നത പദവികളിൽ എത്തുകയും വലിയ ബിസിനസ് വിജയങ്ങൾ നേടുകയും ചെയ്യും. നല്ല സമ്പന്നരാകും, അറിയപ്പെടുന്ന ആൾക്കാരാകും, പ്രശസ്തരാകും. എന്നാൽ മിഥുനക്കൂറിലുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ശനി 8ാം ഭാവാധിപൻ കൂടി ആകുന്നത് കൊണ്ട് ജീവിതത്തിൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. നല്ല അധ്വാനം, കഠിനമായ പ്രയത്നം ഉണ്ടെങ്കിൽ ഇവർക്ക് ജീവിതം വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയൂ. ഒരുപാട് വെല്ലുവിളികളെ ഈ കാലയളവിൽ, ഈ ശനിദശ കാലയളവിൽ ഇവർ നേരിടേണ്ടി വരും. പക്ഷേ ക്ഷമയോടുകൂടി ബുദ്ധിപൂർവം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ ശനിദശയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ സ്ഥായിയായിരിക്കും. അത് നിങ്ങളെ മറ്റു ഒരു സമയത്തും കൈവിട്ട് കളയില്ല. അതായത് നഷ്ടപ്പെട്ടു പോകാതെ സ്ഥിരമായി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നേടിയെടുക്കുന്നത് നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. ഇനി ചിത്തിര നക്ഷത്രക്കാർക്ക്, അതായത് കന്നിക്കൂറിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് ശനി 5, 6 ഭാവാധിപനാണ്. മക്കളുടെ കാര്യത്തിൽ വലിയ പുരോഗതിയും സന്തോഷവും ഉണ്ടാകും. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ അനുഗ്രഹീതമായ ഒരു കാലമാണ്. തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് ഇത് മഹാരാജയോഗ കാലമാണ്. കാരണം തുലാം രാശിയുടെ യോഗകാരകനാണ് ശനി, 4, 5 ഭാവാധിപൻ. പുതിയ വീട്, ഭൂമി, വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവ ഈ പ്രായത്തിൽ ഇവർക്ക് സ്വായത്തമാക്കുവാനായി കഴിയും. ചിത്രയുടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചും അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കും ഈ വീട്, ഭൂമി തുടങ്ങിയവയൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ശനി 5, 6 ഭാവാധിപനായി നിലനിൽക്കുന്നത് കൊണ്ട് കുറച്ച് കഠിനമായ ശ്രമങ്ങൾ നടത്തേണ്ടി വരും എന്നേ ഉള്ളൂ. പക്ഷേ തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് കുറെ കൂടി സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ശനിദശയിൽ സാധിക്കും. ഇനി മകരക്കൂറിലും കുംഭക്കൂറിലും വരുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ഇത് സ്വന്തം രാശ്യാധിപന്റെ ദശയാണ്. 37.5 വയസ്സ് മുതൽ ഏകദേശം 56.5 വയസ്സ് വരെയുള്ള ഈ കാലയളവിൽ വലിയ അധികാര പദവികളും കുടുംബത്തിൽ നേതൃത്വ സ്ഥാനവും സാമൂഹ്യ രംഗത്ത് പ്രശസ്തിയും സാമ്പത്തിക സ്ഥിരതയും ഒക്കെ ഇവർക്ക് ശനിദേവൻ അനുഗ്രഹിച്ച് നൽകും. അടുത്തത് ബുധദശയാണ്. 17 വർഷമാണ് ബുധദശ കാലം. 56.5 വയസ്സ് മുതൽ ഏകദേശം 73 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയാം. നവതാര ചക്രപ്രകാരം ഇത് 5ാമത്തെ ദശയായ പ്രത്യക് ദശയാണ്. എന്നാൽ കൂറുകളുടെ മാറ്റം ഇവിടെയും വലിയ സ്വാധീനം തന്നെയാണ് ചെലുത്തുന്നത്. ഇടവക്കൂറുകാരായ മകേരം നക്ഷത്രക്കാർക്ക് ബുധൻ 2, 5 ഭാവാധിപനാണ്. സാമ്പത്തിക ഭദ്രതയും മക്കളുടെ തണലുമുണ്ടാകും. മിഥുനക്കൂറിലെ മകേര നക്ഷത്രക്കാർക്ക് ഇത് സ്വന്തം രാശ്യാധിപന്റെ ദശയായതുകൊണ്ട് പ്രത്യക് ദശയുടെ യാതൊരുവിധ തടസ്സങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകില്ല. മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ബുധദശ. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും ഒക്കെ കഴിയും. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധദശ വളരെ പ്രയോജനകരമായ ഒരു സമയമാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വേണമെങ്കിലും പറയാം. ബുധൻ ഇവരുടെ സ്വന്തം രാശ്യാധിപനായിട്ടാണ് വരുന്നത്. 1, 10 നാഥൻ. ഒപ്പം കന്നിയിൽ ബുധൻ ഉച്ചനുമാണ്. എഴുത്ത്, ആത്മീയ മേഖലകളിൽ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് രംഗത്തൊക്കെ വലിയ വിജയവും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഇവർ കലാകാരന്മാരാണെങ്കിൽ, അതായത് എഴുത്തുകാർ, പ്രഭാഷകർ, ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഇവർക്ക് നല്ല പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ആത്മീയതയിൽ ഊന്നിയ ഒരു ജീവിത ശൈലി പ്രാവർത്തികമാക്കുന്നതോടുകൂടി ആ തലത്തിലും ഇവർക്ക് ഒരു ബഹുമതിയൊക്കെ ലഭിക്കും. തുലാക്കൂറുകാർക്ക് ബുധൻ 9ാം ഭാവാധിപനായതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങളും തീർത്ഥയാത്രകളും ഒക്കെ ഉണ്ടാകും. അവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങൾ ഭദ്രമായിരിക്കും. അവരിറങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഭാഗ്യത്തിൻ്റെ കരുതലുണ്ടാകും. ആത്മീയപരമായി മനസ്സിന് നല്ല സമാധാനവും ശാന്തതയൊക്കെ ലഭിക്കും. അതുമായി ബന്ധപ്പെട്ട പുണ്യ സ്ഥല സന്ദർശനങ്ങൾ, തീർത്ഥാടന യാത്രകൾ തുടങ്ങിയവയൊക്കെ ഈ കാലത്ത് ചെയ്യുവാൻ കഴിയും. അവിട്ട നക്ഷത്രക്കാർക്ക്, മകരക്കൂറും കുംഭക്കൂറും ഉൾപ്പെടുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ബുധദശയിൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമാണ്. എങ്കിലും മക്കളുടെയും കൊച്ചുമക്കളുടെയും ഉന്നതി കണ്ട് സന്തോഷിക്കുവാൻ ഈ കാലഘട്ടം വളരെ അനുഗ്രഹീതവുമാണ്. അടുത്തത് കേതുദശ കാലമാണ്. ഏകദേശം 73.5 വയസ്സ് മുതൽ 7 വർഷക്കാലമാണ്. നമ്മളിവിടെ 9 ദശാകാലങ്ങളും പറയുന്നത് കൊണ്ട് ഈ ദശയുടെ ഫലങ്ങളും കൂടി ചുരുക്കി പറഞ്ഞു പോവുകയാണ്. ബുധദശയ്ക്ക് ശേഷം
ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് 7 വർഷത്തെ കേതുദശയാണ്. നവതാര ചക്രപ്രകാരം ഇത് 6ാമത്തെ ദശയായ സാധക ദശയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഇത് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും. ലൗകികമായ ചിന്തകളിൽ നിന്ന് മാറി ആത്മീയതയിലേക്ക് മനസ്സ് കൂടുതൽ തിരിയുന്ന കാലം. മകരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും അതുമായി ബന്ധപ്പെട്ട ആത്മീയ രംഗത്തുള്ള ഗ്രന്ഥങ്ങൾ എഴുതുവാനുമൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്ന സമയം. കുടുംബത്തിൽ മുത്തശ്ശൻ മുത്തശ്ശി എന്ന നിലയിൽ വലിയ ആദരവ് ലഭിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അസ്ഥിരോഗങ്ങൾ, വാദങ്ങൾ എന്നിവ അല്പം ശ്രദ്ധ വേണ്ട കാലഘട്ടം. ഇനി ശുക്രദശയാണ്. 20 വർഷം നീണ്ട ശുക്രദശ. നവതാര ചക്രപ്രകാരം ഇത് 7ാമത്തെ ദശയായ വധദശയാണെങ്കിലും ചൊവ്വയുടെ നക്ഷത്രങ്ങൾക്ക് ഈ പ്രായത്തിൽ ശുക്രൻ ദോഷം ചെയ്യില്ല. കാരണം ശുക്രൻ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഗ്രഹമാണ്. മക്കളും കൊച്ചുമക്കളും അവരുടെ കുട്ടികളുമായി വലിയൊരു കുടുംബ പശ്ചാത്തലത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഈ ദശ തുണയ്ക്കും. മകരം, ചിത്തിര നക്ഷത്രക്കാർക്ക് ശുക്രൻ സ്വന്തം രാശ്യാധിപനായതുകൊണ്ട് ഈ വയോധിക പ്രായത്തിലും മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത അവസ്ഥയും കുടുംബത്തിലുണ്ടാകും. സ്വസ്ഥമായി ശിഷ്ടകാലം നയിക്കുവാൻ കഴിയും എന്ന് അർത്ഥം. പിന്നെ വരുന്നത് സൂര്യദശയാണ്. ഒരു സാധാരണ മനുഷ്യന് ആ കാലഘട്ടം വരെയൊക്കെ കടന്നു പോകുവാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വലിയ ഭാഗ്യവും പുണ്യവുമൊക്കെയാണ്. എങ്കിലും നമ്മൾ എല്ലാ ദശയും പറയുന്നു എന്നതുകൊണ്ട് മാത്രം ബാക്കിയുള്ള ദശകൾ കൂടി പറയുകയാണ്. ഇത് 8ാമത്തെ ദശയായ മൈത്രദശ എന്ന് കണക്കാക്കും. 6 വർഷമാണ് സൂര്യദശാകാലം. ചൊവ്വയുടെ പരമമിത്രമാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ ഈ ദശയിൽ ജാതകന് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വലിയ ബഹുമാനം ലഭിക്കും. ദീർഘായുസോടുകൂടി ഇരിക്കുവാനും പൂർണ്ണമായ പക്വതയോടെയും ഈശ്വര ചിന്തകളോടെയും ജീവിക്കുവാൻ സൂര്യദേവന്റെ അനുഗ്രഹമുണ്ടാകുന്ന കാലഘട്ടം. അവസാനത്തെ ഘട്ടം ചന്ദ്രദശയാണ്. 10 വർഷമാണ് ചന്ദ്രദശ. 9ാമത്തെ ദശയായ ഇത് പരമമൈത്രദശ എന്നും പറയുന്നു. മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ ഈ ദശയിൽ പൂർണ്ണമായ മാനസിക സംതൃപ്തിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഫലം. ജീവിതത്തിൽ താൻ ചെയ്യേണ്ട കടമകളെല്ലാം പൂർത്തിയാക്കി എന്ന വലിയ ആത്മസംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി വിശ്രമ ജീവിതം നയിക്കുവാൻ ഈ ദശ ഇവർക്ക് അവസരമൊരുക്കുന്നു. ഇനി മകരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർ അവരുടെ ഭാഗ്യവർദ്ധനവിനായി ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനും തടസ്സങ്ങൾ മാറുന്നതിനും വളരെ അനുഗ്രഹീതമായ ഫലങ്ങൾ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. 1ാമത്തെ കാര്യം സുബ്രഹ്മണ്യ സ്വാമി ഭജനമാണ്. ചൊവ്വയുടെ നക്ഷത്രനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് നിങ്ങൾക്ക് അതീവ ഗുണകരമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസവും കാര്യവിജയവും വർദ്ധിപ്പിക്കും. 2 സഹോദര ബന്ധം നിലനിർത്തുക. ജ്യോതിഷത്തിൽ ചൊവ്വ സഹോദരങ്ങളുടെ കാരകനാണ്. അതുകൊണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നത് ചൊവ്വാദശയിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അവരെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതുമെല്ലാം നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഭാഗ്യങ്ങൾ തെളിയുവാനും സഹായിക്കും. 3 നക്ഷത്ര വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങളുണ്ട്, പ്രാണവൃക്ഷങ്ങൾ. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രാണവൃക്ഷങ്ങളുണ്ട്. അതിനെ സംരക്ഷിച്ചാൽ വളരെയധികം അഭിവൃദ്ധി ജീവിതത്തിലുണ്ടാകും. മകരം നക്ഷത്രത്തിന് കരിങ്ങാലി എന്ന് പറയുന്ന വൃക്ഷവും ചിത്തിര നക്ഷത്രക്കാർക്ക് കൂവളവും അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നി എന്ന വൃക്ഷവുമാണ്. മകരത്തിന് കരിങ്ങാലി, ചിത്തിരയ്ക്ക് കൂവളം, അവിട്ടത്തിന് വന്നി എന്നിവ വീട്ടിലോ പരിസരത്തോ നട്ടുപിടിപ്പിക്കുകയോ അവയെ സംരക്ഷിക്കുകയോ ചെയ്യുന്നത് പ്രകൃതിദത്തമായ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് നിറയ്ക്കും. നിങ്ങളുടെ ഭാഗ്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഈ വൃക്ഷങ്ങളെ കേടുവരുത്തുകയോ വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ദിവസവും ഈ വൃക്ഷങ്ങളെ സ്പർശിക്കുന്നതും പരിപാലിക്കുന്നതും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വലിയ ഉത്തേജനം നൽകും. നിങ്ങൾ ചെയ്യാനിറങ്ങുന്ന കാര്യങ്ങൾക്ക് കൂടുതലായ ഒരു വിജയസാധ്യത
ഈ വൃക്ഷങ്ങളുടെ അനുഗ്രഹം മൂലം ഉണ്ടാകും. ഒരു വൃക്ഷം എങ്ങനെ നമ്മളെ അനുഗ്രഹിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിലെ നിർണായകമായ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. ഈ പ്രപഞ്ച ശക്തികൾ സർവചരാചരങ്ങളിലും ഓരോ എനർജി നിറച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രാണവൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് അത് കവിഞ്ഞൊഴുകി വരും എന്ന് മനസ്സിലാക്കുക. ആ പോസിറ്റീവ് എനർജി മതി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി വിജയം സ്വായത്തമാക്കുവാനുള്ള ഊർജമായി പരിണമിക്കുവാൻ. അതുകൊണ്ട് ഇക്കാര്യം, ഈ മൂന്നാമത്തെ കാര്യം മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. 4, ചൊവ്വാഴ്ചകളിലെ വസ്ത്രധാരണം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഊർജത്തെ പോസിറ്റീവായി നിലനിർത്തുവാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ ചുവടുകൾ വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു ചുവന്ന വസ്ത്രം ധരിച്ച് ചെയ്തു നോക്കുക. നല്ല ഫലങ്ങൾ ലഭിക്കും. ചുവന്ന വസ്ത്രം നിങ്ങൾക്ക് അഥവാ സാധ്യമല്ലെങ്കിൽ ഒരു ചുവന്ന തൂവാലയെങ്കിലും നിങ്ങളുടെ കൈവശം വയ്ക്കുന്നത് വളരെ ശുഭകരമായ കാര്യമാണ്. 5-ാമത്തെ കാര്യം രക്തദാനം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചൊവ്വ രക്തവുമായി ബന്ധപ്പെട്ട ഗ്രഹമായതുകൊണ്ട് ആരോഗ്യവാനാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ രക്തദാനം നടത്തുന്നത് വലിയ പുണ്യമാണ്. ആ ഒരു കർമ്മത്തിൽ നിന്നും നിങ്ങൾക്ക് ചൊവ്വയുടെ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ രക്തദാനം നൽകാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ചുവന്ന നിറത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ ഒക്കെ ദാനം ചെയ്യുന്നത് ദോഷശാന്തിക്കും ചൊവ്വയുടെ അനുഗ്രഹം നേടുന്നതിനും വളരെ ഉത്തമമാണ്. ഇത് കൂടാതെ നമുക്ക് സാധാരണഗതിയിൽ പൊതുവായി ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ മടിക്കരുത്. അത് നമ്മുടെ തലമുറകളിലോളം പുണ്യം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. സാധു മനുഷ്യർക്ക് കഴിയുന്ന സഹായങ്ങൾ, വസ്ത്രം, ആഹാരം, മരുന്ന് ഇവയൊക്കെ തങ്ങളാൽ കഴിയുന്ന വിധത്തിലെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കണം. അനാഥ മൃഗങ്ങളെ, പക്ഷിമൃഗാദികളെ ഒന്നിനെയും വേട്ടയാടുകയോ മുറിവേൽപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ ഒന്നും പോകരുത്. അത്തരത്തിൽ പ്രകൃതിക്ക് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ പാപങ്ങൾ കൂടുതലായി ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മളിലേക്ക് എത്താനുള്ള സൗഭാഗ്യങ്ങൾ തടസ്സപ്പെടും. നമ്മൾ വീണ്ടും പ്രതിസന്ധികളെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഭാഗ്യവർദ്ധനവിന് വേണ്ടി ഇത്തരം ദ്രോഹപരമായ കാര്യങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ചെയ്യാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കണം. നല്ല വ്യക്തിയായി, നല്ല മനസ്സുള്ള ഒരാളായി, നല്ല ചിന്തകളും ഈശ്വരചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ പറയുന്നത് ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പവറിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ചില ചാലക ശക്തികളായിട്ടാണ് നമ്മൾ ഓരോ ആരാധനാമൂർത്തികളെയും വിശ്വസിക്കുന്നതും അവർക്ക് വേണ്ടി അതാത് കാലഘട്ടത്തിൽ ഓരോ വഴിപാടുകൾ നടത്തുന്നതും. ഈ പ്രപഞ്ച ശക്തികൾ, അതായത് ഈ യൂണിവേഴ്സൽ പവറാണ് നമ്മുടെ ഈ ലോകത്തിനെ ആകപ്പാടെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി. ആ ശക്തിയുടെ പ്രഭാവത്തിൽ നമുക്ക് അതാത് കാലങ്ങളിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ലഭിക്കുന്ന ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിയന്ത്രണം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെ മേലും വർഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നിനെ പരിക്കേൽപ്പിക്കുമ്പോൾ, മറ്റൊന്നിനെ വെട്ടിമാറ്റുമ്പോൾ, മറ്റൊന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും അതിന് കാരണക്കാരായവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത്. നമ്മുടെ മാത്രമല്ല, വരും തലമുറകളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ അതൊക്കെയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അനർഹമായി മറ്റുള്ള ആരുടെയും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ആരുടെയും കണ്ണുനീർ വീണ, ചോര പുരണ്ട ഒന്നും സ്വായത്തമാക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുക, ശ്രമിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയായി നല്ല പ്രവർത്തികളുമായി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ യൂണിവേഴ്സൽ പവർ, ഈ ജഗദീശ്വരൻ നിങ്ങൾക്ക് അർഹമായ കാലത്ത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ചൊരിയും എന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ എത്ര പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ നല്ല ചിന്തകളും പോസിറ്റീവ് എനർജി നിറഞ്ഞ മനസ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക, പ്രയത്നിക്കുക.
ഒന്നോ രണ്ടോ മൂന്നോ എത്ര ശ്രമങ്ങൾ നമ്മൾ പരാജയപ്പെട്ടാലും വിജയിക്കും, നേടും. ഈ പ്രപഞ്ച ശക്തികൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിലേക്ക് നമ്മൾ ചെല്ലും എന്ന് പ്രതിജ്ഞയോടുകൂടി, ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കൃത്യസമയത്ത്, നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് അർഹമായത് എന്ന് ഈ പ്രപഞ്ച ശക്തികൾക്ക് തോന്നുന്നത്, ആ സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ആ കരങ്ങൾ, ആ അദൃശ്യ കരങ്ങൾ വരും. നിങ്ങളെ സൗഭാഗ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് പിടിച്ചുയർത്തും എന്നതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ. ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും, സന്തോഷവും, ഐശ്വര്യവും, സാമ്പത്തിക ഉന്നതിയും, ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.